ഇന്ന് നമ്മൾ അടിപൊളി ഒരു തക്കാളിക്കറിയാണ് ആക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടോ ഉള്ളതല്ല, തക്കാളി മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിന് ആവശ്യമുള്ളത് ചെറിയുള്ളിയോ സവോളയോ എടുക്കാം. ചെറിയുള്ളി, പിന്നെ അതുപോലെ വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, എണ്ണ, ഇത്രയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കാം. ഇച്ചിരി ഇതും കൂടെ കിട്ടുന്നിരിക്കുന്നു. ഞാൻ സവാള ഇടുന്നില്ല, അതുകൊണ്ട് ചെറിയുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി മുറിച്ചെടുക്കാം. നമുക്കിതെല്ലാം നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. പൊക്കി പിടിക്കാം. അതിൻ്റെ ആ ഒരു മക്കൾ നമ്മൾ കാണുമ്പോൾ അറിയുന്നില്ലെന്ന്. ഞാൻ 2 മുളകേ എടുക്കുന്നുള്ളൂ, പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ വെളുത്തുള്ളി, അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി അരിഞ്ഞെടുക്കണം.
ഇനി നമുക്ക് ഒരു തക്കാളി നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു തക്കാളി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞ് ജാറിലിടാം. ഇനി ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ചെറിയുള്ളി, മുളക്, പിന്നെ തക്കാളി അരച്ചത്, ഒരു തക്കാളി അരച്ചത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കടുക്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. ഇനി നമുക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി നമുക്ക് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അരച്ചെടുത്ത തക്കാളിയും ഇട്ട് കൊടുക്കാം. ആ തക്കാളിയുടെ പച്ചച്ചൊവയൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ആ മുറിച്ച് വെച്ചിരുന്ന തക്കാളി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
2-3 മിനിറ്റ് നേരം നമ്മൾ വഴറ്റി അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് വേവിക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാനിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഉപ്പും എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി രുചി ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.